പവിത്രം സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ രാജേട്ടൻ നടന്ന കാര്യങ്ങളെല്ലാം ശ്രീകാന്ത് ശ്രീനിവാസനോട് പറയുകയാണ്. കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടായിരുന്നു, പുള്ളിക്കനാണ് ഇതെല്ലാം ചെയ്തത്. പക്ഷേ എന്തിനു വേണ്ടിയെന്ന് ശ്രീകാന്ത് ശ്രീനിവാസൻ ചോദിക്കുമ്പോൾ രാജേട്ടൻ പറയുകയാണ്, ആർക്കോ വേണ്ടി ചെയ്തതാണ്, ആരാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല, കൊന്നാലും പറയില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ശ്രീനിവാസൻ പറയുകയാണ്, എന്നാ ഞാൻ അവനെ കൊണ്ടത് പറയിപ്പിക്കും, നമ്മുടെ ആളുകളെ എല്ലാം കൂട്ട്, അവനെ ഇന്ന് തന്നെ എനിക്ക് കിട്ടണം, അവനെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിക്കും, കൂടെ നിന്ന് ചതിച്ചവനെ എന്ത് ചെയ്യണമെന്ന് ഞാൻ പിന്നെ പറയാം. അടുത്തതായിട്ട് കാണിക്കുന്നത് ശ്രീകാന്ത് റൂമിലേക്ക് കയറി വരുമ്പോൾ വർഷ ചോദിക്കുക, എവിടായിരുന്നു ഇതുവരെ, ആരോടാ ഈ സമയത്ത് സൊള്ളുന്നത്? ശ്രീകാന്ത് അതൊരു അത്യാവശ്യ കോളാണെന്ന് പറയുമ്പോൾ വർഷ ചോദിക്കുകയാണ്, ആണോ പെണ്ണോ? അപ്പോൾ ശ്രീകാന്ത് അതൊന്നുമല്ല, ഒരു ബിസിനസ്സിന്റെ കാര്യം, സംശയം ഉണ്ടെങ്കിൽ നാളെ രാവിലെ നീ നിന്റെ അച്ഛനെ വിളിച്ച് ചോദിച്ചോ. അപ്പോൾ വർഷ ചോദിക്കുകയാണ്, എന്നിട്ട് ബിസിനസ്സിന്റെ കാര്യമൊക്കെ നടന്നോ? ശ്രീകാന്ത് പറയാ, അത് നടന്നില്ല, ഇപ്പൊ തന്നെ നടക്കും, എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ദിവസം, ഇന്ന് സമാധാനമായിട്ട് ഒന്ന് കിടന്നുറങ്ങണം, വാ മോനെ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ എടുത്തിട്ട് ശ്രീകാന്ത് ഉറങ്ങുന്നു. ഈ സമയം വേദ റൂമിലെത്തിയിട്ട് പെട്ടെന്ന് വിക്രമിനെ വിളിക്കാൻ ശ്രമിക്കുകയാണ്. എത്ര വിളിച്ചിട്ടും വിക്രമിന് കോള് പോകുന്നില്ല. പെട്ടെന്ന് വേദ ജോസഫിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ ജോസഫ് ചോദിക്കുകയാണ്, അല്ല വിക്രമിന്റെ ഫോൺ എൻ്റെ കയ്യിലാണെന്ന് വേദ എങ്ങനെ അറിഞ്ഞു? അപ്പോൾ വേദ പറയുകയാണ്, പുള്ളിക്കൻ ഇവിടെ എൻ്റെ ചേട്ടനെ വിളിച്ചിരുന്നു, ഇവിടെ വിക്രമുള്ള സ്ഥലം പുള്ളിക്കൻ വിശദമായിട്ട് തന്നെ എൻ്റെ ഏട്ടന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, വാസവൻ പെട്ടെന്ന് തന്നെ അവിടെ വരും, വാസവൻ വിക്രമിനെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് വിക്രമിനോട് അവിടെ നിന്ന് മാറാൻ പറ, നിങ്ങൾ എത്രയും പെട്ടെന്ന് വിക്രമിനെ കാണണം, പെട്ടെന്ന് ചക്രപാണി സാറിന്റെ ഓഫീസിൽ വിക്രമിനെ എത്തിച്ചാൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. അപ്പോൾ ജോസഫ് പറയാണ്, ഞങ്ങൾ ഈ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. അങ്ങനെ വേദ കാറും എടുത്തുകൊണ്ട് വിക്രമിനെ കാണാനായിട്ട് പോവുകയാണ്. ഈ സമയം വിക്രമിന് പെട്ടെന്ന് കോൾ വരുന്നതുകൊണ്ട് ഫോൺ എടുക്കുന്ന സമയത്ത് പുറത്ത് വാസവന്റെ ജീപ്പ് വരുന്നതായിട്ട് വിക്രം കാണുന്നു. അങ്ങനെ വിക്രം പതുക്കെ ശബ്ദം ഉണ്ടാക്കാതെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വാസവൻ ഒരു തോക്കുമായിട്ട് വിക്രമിന്റെ അടുത്തേക്ക് വരികയാണ്. പെട്ടെന്ന് വിക്രമിന്റെ ഫോൺ റിങ് ചെയ്യുന്നു. ഈ സൗണ്ട് കേട്ട് വാസവൻ വിക്രമിനെ കാണുകയാണ്. അങ്ങനെ വിക്രം പെട്ടെന്ന് ചെന്ന് ബൈക്ക് എടുത്ത് അവിടെ നിന്ന് പോകുമ്പോൾ വാസവൻ ജീപ്പ് എടുത്ത് വിക്രമിന്റെ പുറകെ തന്നെ പൊക്കോണ്ടിരിക്കുകയാണ്. ഈ സമയം ജോസഫും രാജേട്ടനും വിക്രമിന്റെ റൂമിലെത്തുമ്പോൾ വിക്രമിനെ കാണുന്നില്ല. ഇവൻ ഇത് എവിടെ പോയി? എന്തായാലും രാജേട്ടൻ ഇവിടെ തന്നെ നിൽക്ക്, അവൻ വരുമ്പോൾ കാര്യങ്ങളൊക്കെ പറ, ഞാൻ എന്തായാലും അവനെ പുറത്തൊക്കെ പോയി ഒന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് ജോസഫ് അവിടെ നിന്ന് പോവുകയാണ്. വാസവൻ ജീപ്പുമായിട്ട് വിക്രമിന്റെ പുറകെ തന്നെയുണ്ട്. സ്പീഡിൽ വന്നിട്ട് വിക്രമിന്റെ ബൈക്ക് ഇടിച്ചിടുകയാണ്. വിക്രമാണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാതെ പെട്ടെന്ന് ബൈക്കിൽ നിന്നിറങ്ങി ഓടാൻ ശ്രമിക്കുന്നു. അങ്ങനെ വാസവനാണെങ്കിൽ വിക്രമിന്റെ പുറകെ തന്നെ പോകുന്നുണ്ട്. അങ്ങനെ ജോസഫ് വന്ന് നോക്കുമ്പോൾ ഒരു ജീപ്പും ബൈക്കും താഴെ കിടക്കുന്നതായിട്ട് കാണുന്നു. ജോസഫും പുറകെ പോകുന്നുണ്ട്. അങ്ങനെ വിക്രം ഓടുമ്പോൾ പെട്ടെന്ന് വാസവൻ തോക്കെടുത്ത് വിക്രമിന്റെ കാലിൽ ഷൂട്ട് ചെയ്യുന്നു. വേദന കൊണ്ട് വിക്രം പെട്ടെന്ന് അവിടെ നിലത്ത് വീഴുകയാണ്. അങ്ങനെ വീണ് കിടക്കുമ്പോൾ വാസവൻ പുറകെ ചെല്ലുന്നെങ്കിലും വിക്രം ഇഴഞ്ഞിഴഞ്ഞ് വാസവൻ കാണാത്ത ഒരു സൈഡിലായിട്ട് ഇങ്ങനെ ഒളിച്ചു നിൽക്കുകയാണ്. ശബ്ദം പോലും കേൾക്കാതിരിക്കാൻ വായിൽ കൈ വെച്ച് അമർത്തി പിടിച്ച് ശബ്ദമുണ്ടാക്കാതെ വിക്രം അവിടെ നിൽക്കുന്നു. വാസവൻ കുറേ നേരം അവിടെയൊക്കെ നോക്കിയിട്ട് വിക്രമിനെ കാണാതെ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ഈ സമയം ഇതെല്ലാം കണ്ടുകൊണ്ട് ജോസഫ് നിൽക്കുകയാണ്. അങ്ങനെ വാസവൻ പോയി കഴിയുമ്പോൾ ജോസഫ് അവിടേക്ക് വന്നിട്ട് വിക്രം വിക്രം എന്ന് വിളിക്കുമ്പോൾ വിക്രം ജോസഫേ എന്നിങ്ങനെ അലറി വിളിക്കുകയാണ്. ഈ ശബ്ദം കേട്ട് വിക്രം കിടക്കുന്ന സൈഡിലേക്ക് ജോസഫ് ഓടിയെത്തുന്നു. ആ സമയം തന്നെ വേദ ഫോൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജോസഫ് ഫോൺ എടുത്തിട്ട് വേദയാ. അപ്പോൾ വിക്രം ഫോൺ എടുക്കാനായിട്ട് പറയുന്നു. അങ്ങനെ ജോസഫ് നടന്നതെല്ലാം വേദയോട് പറയാം. വേദ ബുള്ളറ്റോ എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് ജോസഫ് പറയാം, പേടിക്കാനൊന്നുമില്ല, ഞാൻ ലൊക്കേഷൻ അയച്ചു തരാം, വേദ പെട്ടെന്ന് ഇങ്ങോട്ട് വാ. അങ്ങനെ വേദ കാറുമായിട്ട് പെട്ടെന്ന് ആ ലൊക്കേഷനിലോട്ട് എത്തുന്നു. എന്നിട്ട് വിക്രമിനെ കണ്ട ഉടൻ വേദ കരയുകയാണ്. എന്നിട്ട് ജോസഫിനോട് പറയുകയാണ്, ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും ആരോടും പറയണ്ട, വിക്രമിനെ ഞാൻ കൊണ്ടുപോയെന്ന് പറയണ്ട, നമ്മൾ 3 പേരും അല്ലാതെ വേറൊരു മനുഷ്യരും അറിയണ്ട, പിന്നെ വിക്രമിനെ ഫോൺ ചെയ്യരുത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഒരു വട്ടം ഞാൻ വിളിച്ചിട്ടും എടുത്തില്ലെങ്കിൽ പിന്നെയും വിളിക്കേണ്ട, ഞാൻ ഉറപ്പായിട്ടും തിരിച്ചു വിളിച്ചിരിക്കും, എവിടേക്കാ കൊണ്ടുപോകുന്നതെന്ന് ജോസഫ് ചോദിക്കുമ്പോൾ സേഫ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് വേദ വിക്രമിനെയും കൊണ്ട് അവിടെ നിന്ന് പോകുന്ന വഴിക്ക് വേദ ഇഷിതയെ ഫോൺ ചെയ്തിട്ട് എനിക്കൊരു അത്യാവശ്യ കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോൾ ഇഷിത കാര്യങ്ങൾ തിരക്കുമ്പോൾ ഒരു ബുള്ളറ്റ് കേസാ, നിനക്കറിയാം ഏതെങ്കിലും ഡോക്ടർ തിരുവനന്തപുരത്തുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇഷിത പറയുകയാണ്, ഞാനിവിടെ ഫാം ഹൗസിലുണ്ട്, എന്താ നിനക്ക് പറ്റിയത്, നിന്നെ ആരെങ്കിലും ഷൂട്ട് ചെയ്തോ? അപ്പോൾ വേദ പറയുകയാണ്, എന്നെയല്ല വിക്രമിനെ ഷൂട്ട് ചെയ്തത്, ബുള്ളറ്റ് റിമൂവ് ചെയ്യണം, എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ എന്ന് പറയുമ്പോൾ ഇഷിത പറയുകയാണ്, എങ്കിൽ പിന്നെ ഫാം ഹൗസിലേക്ക് വാ, ഞാൻ ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ നിന്റെ ഹസ്ബൻഡോ എന്ന് വേദ ചോദിക്കുമ്പോൾ ഇഷിത പറയുകയാണ്, 2 ദിവസം കഴിഞ്ഞേ വരൂ, അതുവരെ സേഫാണ്, നീ ഇങ്ങോട്ട് തന്നെ പെട്ടെന്ന് കൊണ്ടുപോയെന്ന് പറയുമ്പോൾ
ഇഷിത പെട്ടെന്ന് തന്നെ ലൊക്കേഷൻ അയച്ചു കൊടുക്കുന്നു. അങ്ങനെ വേദ ഈ വിക്രമുമായിട്ട് ഇഷിതയുടെ ഫാം ഹൗസിലേക്ക് ചെല്ലുകയാണ്. വിക്രം വേദ എന്ന് വിളിച്ച് ഇങ്ങനെ നിലവിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇഷിത പെട്ടെന്ന് തന്നെ ഓരോ ടൂൾസൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് വിക്രമിൻ്റെ പാൻറ്റൊക്കെ മാറ്റിയിട്ട് പെട്ടെന്ന് തന്നെ ആ ബുള്ളറ്റ് എടുക്കാൻ ശ്രമിക്കുന്നു. വിക്രം ആണെങ്കിൽ വേദന കൊണ്ട് കരയാണ്. വേദയുടെ കയ്യിൽ മുറുകെ പിടിച്ച് വിക്രം പൊട്ടിക്കരയുന്നു. വേദയാണെങ്കിൽ വിക്രമിനെ ആശ്വസിപ്പിക്കാനായിട്ട് തലയിലൊക്കെ തടവി കൊടുത്തും വിക്രമിനെ ചേർത്ത് പിടിക്കുകയാണ്. അങ്ങനെ ആ ബുള്ളറ്റൊക്കെ റിമൂവ് ചെയ്ത് ഇഷിത ആ മുറിവ് വെച്ച് കെട്ടുന്നു. ഇവിടെ വെച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത്. അടുത്ത അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ടാണെന്ന് വരെ. താങ്ക്